എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും റാങ്ക് മേക്കിംഗ് സീരീസിന്റെ ക്ലാസ് 8ലേക്ക് സ്വാഗതം. നമ്മൾ NCERT സീരീസിലെ ക്ലാസ് 8 ആണ്. NCERT ബേസ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്ലാസ് ആണ് ഇന്ന്. കോൺസ്റ്റിറ്റ്യൂഷനിലെ +1 അധ്യായം 5 നിയമനിർമ്മാണ സഭകളെ കുറിച്ചിട്ട് തന്നെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് ഒരുപാട് പോയിന്റ് ആ ഭാഗത്ത് പഠിക്കാനുണ്ട്. കുറച്ച് വീഡിയോ ഒന്ന് കുറച്ച് ലെങ്ത് ആകും, പക്ഷെ നമ്മൾ ആ പോയിന്റുകൾ ഫുള്ളും ആ ലെസണിൽ എന്താണ് നിയമനിർമ്മാണ സഭ ഇതിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അടുത്ത എക്സാമുകൾക്ക് നല്ലൊരു മാർക്ക് ഈ ഭാഗത്ത് നിന്ന് വരും, അത് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ഭാഗങ്ങളായിട്ട് പഠിച്ചു നേരാം. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നോക്കൂ, ഈ സ്ലൈഡിൽ നിങ്ങൾ പഠിക്കേണ്ടത് നമുക്ക് 2 സഭകളുള്ള പാർലമെന്റിന്റെ ആവശ്യമില്ല. നമുക്കറിയാം ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സ്റ്റേറ്റുകളുണ്ട്, അല്ലാത്തതുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദേശീയ നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ് അല്ലെ. പാർലമെന്റ് എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിലുള്ളതാണല്ലോ. ദേശീയ തലത്തിൽ നിയമം നിർമ്മിക്കുന്ന സഭയാണ് പാർലമെന്റ്. ഞാൻ ഇതെങ്ങനെ അടയാളപ്പെടുത്തി തരാം. ആ അടയാളപ്പെടുത്തുന്ന പോയിന്റുകൾ മാത്രം എന്ത് ചെയ്യുക, പഠിച്ചു പോകുക കേട്ടോ. ദേശീയ തലത്തിൽ നിയമനിർമ്മാണ സഭയാണ് ഇത് പാർലമെന്റ്. ഇനി സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ സഭയാണ് ഏത്, സംസ്ഥാനത്തെ നിയമസഭ. പഠിച്ചല്ലോ. ഇനി ഇന്ത്യൻ പാർലമെന്റിന് 2 സഭകളുണ്ട്. 2 സഭകളുള്ള നിയമനിർമ്മാണ സഭയെ എന്തു പറയുന്നു, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് പറയുന്നത്. 2 സഭകളുള്ള നിയമനിർമ്മാണ സഭയെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. ബൈക്യാമറൽ ലെജിസ്ലേറ്റർ. കഴിഞ്ഞ ഫസ്റ്റത്തെ നമ്മുടെ തിരുവനന്തപുരത്തിലല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇതിലാണ് എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സ്റ്റേറ്റ് ഉൾപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കർണാടകയിൽ ആൻസർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സഭകളാണ് ഏതൊക്കെ, രാജ്യസഭയും ലോകസഭയും. ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സഭകൾ ഏതൊക്കെയാണ്, രാജ്യസഭ, ലോകസഭ. രാജ്യസഭയെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നും, പഠിച്ചോളനെ. അപ്പൊ ഇന്ത്യൻ പാർലമെന്റിൽ എത്ര സഭകളുണ്ട്, 2 സഭകളുണ്ട്. പഠിക്കുക, രാജ്യസഭയും ലോകസഭയുമാണ്. രാജ്യസഭയെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നും ലോകസഭയെ എന്തു പറയുന്നു, ജനങ്ങളുടെ സഭയെന്നും പറയുന്നു. ഹൗസ് ഓഫ് ദ പീപ്പിളും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സും എന്ന് അറിയപ്പെടുന്നു. മനസ്സിലായല്ലോ. ഇപ്പൊ രാജ്യസഭ എങ്ങനെ അറിയപ്പെടുക, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നും. ലോകസഭ എങ്ങനെ അറിയപ്പെടും, ജനങ്ങളുടെ സഭ എന്നും അറിയപ്പെടുന്നു. സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകമണ്ഡല നിയമനിർമ്മാണ സഭയോ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയോ സ്വീകരിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേന്ദ്രം എടുക്കുമ്പോൾ നമുക്കറിയാം 2 സഭകളുണ്ട്. നമുക്കറിയാം അത് രാജ്യസഭയും പിന്നെ ഏതാണ്, ലോകസഭയാണ്. ഇനിയിപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ സ്റ്റേറ്റിനും എന്ത് ചെയ്യാം, ഇതേപോലെ രാജ്യസഭ, ലോകസഭ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഓരോ എന്ത് ചെയ്യാം, സംസ്ഥാനത്തിനും വേണമെങ്കിൽ കൊണ്ടുവരാം എന്ന് ഇതിൽ പറയുന്നുണ്ട്, ഭരണഘടനയിൽ നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ 7 സംസ്ഥാനങ്ങളിൽ എന്താണ്, ഇന്ത്യയിൽ ഇപ്പോൾ എത്രയുണ്ടാ ശ്രദ്ധിക്കണം കേട്ടോ, 7 കേട്ടോ. ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചൂടെ, ഇന്ത്യയിൽ ഇപ്പോൾ 7 സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുണ്ട്. നമ്മൾ അവിടെ ഇരുന്നിട്ട് ഏതൊക്കെ സ്റ്റേറ്റ് കൊണ്ട് ഇരുന്ന് എണ്ണാൻ നോക്കും ഇല്ലേ, സമയം അതിങ്ങനെ പോകും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഒക്കെ വരാണ്ട് പോകും ഇല്ലേ. അപ്പൊ 7 സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എത്രയാണ്, 7 കേട്ടോ. 7 സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുണ്ട്. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ എല്ലാ മേഖലകൾക്കും പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഇന്ത്യയിലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ പഠിച്ചോളൂ കേട്ടോ. 3, 6, 7 അല്ലേ. ഇപ്പൊ സംസ്ഥാനം ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ്, ഒരു യൂണിയൻ ടെറിട്ടറി ആണ് അല്ലെ. ആന്ധ്രാപ്രദേശ്, ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റുകളിനെ ആദ്യം എടുക്കുക കേട്ടോ. ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റ്സിനെ എടുക്കുക. ഏതൊക്കെ വന്നു, 1 ആന്ധ്ര വന്നു, പിന്നെയോ കർണാടക, തെലങ്കാന, 3 പഠിച്ചല്ലോ. ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, ഇത് 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എടുക്കുക. പിന്നെ പടിഞ്ഞാറ് കിടക്കുന്നത് നോക്കിയേ, പടിഞ്ഞാറ് നോക്കും. നമുക്ക് എളുപ്പത്തിൽ ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നമുക്ക് മഹാരാഷ്ട്ര പഠിക്കുക, പിന്നെയോ ഉത്തർപ്രദേശ്, ബീഹാർ ഒക്കെയാണ്. ഉത്തർപ്രദേശ്, പിന്നെ മഹാരാഷ്ട്ര, പിന്നെ ഇത് വരുന്നുണ്ട് ബീഹാർ, പിന്നെ ഇപ്പൊ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ഏതാണ്, അന്നിപ്പോ അത് സംസ്ഥാനങ്ങളാണല്ലോ അല്ലെ, ജമ്മു ആൻഡ് കാശ്മീർ കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീർ പഠിച്ചല്ലോ, 4-5 അറിയണം. അപ്പൊ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ 3 പഠിക്കുക. ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന 3 പഠിച്ചോ. പിന്നെ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, പിന്നെയോ ജമ്മു ആൻഡ് കാശ്മീർ. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ, ബീഹാർ, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന.
ഇനി പൂർണിമ ബാനർജിയുടെ ഒരു കോട്ടിംഗ് നോക്കാം നമുക്ക്. 1949 ജൂലൈയില് പറഞ്ഞത് ആ സമയത്തുള്ളതാണ്. പുനഃപരിശോധന നടത്തുന്ന സമിതി എന്ന നിലയിൽ ഉപരിസഭ ഉപകാരപ്രദമായ ചുമതല നിർവഹിക്കുന്നു. അതിന്റെ വോട്ടുകളല്ല കാഴ്ചപ്പാടുകളായിരിക്കും പരിഗണിക്കപ്പെടുക. പ്രശ്നകലുഷിതമായ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ സാധിക്കാത്തവർക്ക് അധോസഭയെ ഉപദേശിക്കുവാൻ സാധിക്കും. അധോസഭ എന്ന് പറയുമ്പോൾ ലോകസഭ, ഏതാണ് ഉപരിസഭ? രാജ്യസഭ അല്ലെ. അപ്പൊ പുനഃപരിശോധന നടത്തുന്ന സമിതി എന്ന നിലയിൽ ഉപരിസഭ ഉപകാരപ്രദമായ ചുമതലകളൊക്കെ നിർവഹിക്കുന്നുണ്ടെന്നാണ് ആരുടെ അഭിപ്രായത്തിൽ പറയുന്നത്? പൂർണിമ ബാനർജി. അതിന്റെ വോട്ടുകളല്ല കാഴ്ചപ്പാടുകളായിരിക്കും പരിഗണിക്കപ്പെടുക. പ്രശ്നകലുഷിതമായ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ സാധിക്കാത്തവർക്ക് അധോസഭയെ ഉപദേശിക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞത് ആരാണ്? പൂർണിമ ബാനർജി. ഇനി നമുക്ക് രാജ്യസഭയെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നോക്കാം. നമ്മള് ഇത് 8 ക്ലാസ് ആണ്. 8 ക്ലാസ്സും അല്ല, പിന്നെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഒക്കെ NCERT ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊരു പ്ലേ ലിസ്റ്റ് ആയിട്ട് തന്നെ റാങ്ക് മേക്കിംഗ് സീരീസ് പറഞ്ഞിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ NCERT ഭാഗത്തുള്ള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. പാർലമെന്റിന്റെ ഇരുസഭകളിലേക്കുമുള്ള പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനം വ്യത്യസ്തമാണ് അല്ലെ. ലോകസഭയ്ക്ക് ഒന്നാണ്, രാജ്യസഭയ്ക്ക് ഒന്നാണ്. രണ്ടിലേക്കും ഒരേ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ്, ഒരേ രീതിയിലുള്ള ചട്ടങ്ങളാണ് അവിടെ ഉള്ളത്? അല്ല. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. പഠിച്ചോളനെ, രാജ്യസഭ എന്താണ്? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. പഠിച്ചോ. പരോക്ഷമായ തെരഞ്ഞെടുപ്പ് രീതിയിലൂടെയാണ് രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. പഠിച്ചോ. സംസ്ഥാന നിയമസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ പ്രതിനിധികൾ, അതായത് MLA മാർ അവരവരുടെ സ്ഥാനങ്ങളിലെ രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സംസ്ഥാനങ്ങളിലേക്കുള്ള, നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ്. എന്താണ്? നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പരോക്ഷ തെരഞ്ഞെടുപ്പാണ് രാജ്യസഭയിലേക്ക് നടക്കുന്നത്. നമ്മൾ ആരെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടോ? പോയിട്ട് ലോകസഭയിലേക്ക് അംഗങ്ങളെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്തിട്ട് പ്രത്യക്ഷ രീതിയിൽ ചെയ്യുന്ന പോലെ രാജ്യസഭയിലേക്ക് നമുക്ക് അയക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. ഇനി 3, നമ്മൾ എന്ത് ചെയ്യും? സംസ്ഥാന നിയമസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് പ്രതിനിധികളെ തെരഞ്ഞെടുക്കും അല്ലെ. നമ്മൾ സംസ്ഥാന നിയമസഭയിലേക്ക് അയക്കുന്നുണ്ട്. ആരെ അയക്കുന്നുണ്ട്? MLA-മാരെ അയക്കുന്നുണ്ട്. ആ MLA-മാര് എന്ത് ചെയ്യാണ്? വോട്ട് ചെയ്തിട്ടാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. മനസ്സിലായല്ലോ? രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഇനി രാജ്യസഭയിലേക്ക് പ്രാതിനിധ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് 2 തത്വങ്ങൾ നിലനിൽക്കുന്നു. ഒരു രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ പ്രദേശങ്ങൾക്കും അതിന്റെ വലിപ്പമോ ജനസംഖ്യയോ പരിഗണിക്കാതെ തുല്യമായ പ്രാതിനിധ്യം നൽകുന്നതാണ് ഒന്നാമത്തെ തത്വം. അപ്പൊ രാജ്യസഭയിലെ പ്രാതിനിധ്യത്തില് 2 തത്വങ്ങളുണ്ട്. 2 തത്വത്തില് ഒന്നാമത്തെ തത്വം പറയുന്നത് എന്താണ്? ഒരിക്കലും ഒരു രാജ്യത്തിലെ ഇന്ന സംസ്ഥാനങ്ങൾക്ക് ഇന്നത് അല്ലെങ്കിൽ ഇന്ന പ്രദേശങ്ങൾക്ക് ഇന്നത് അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ പ്രദേശങ്ങൾക്കും, കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ടല്ലോ, പ്രദേശങ്ങൾക്കും അതിന്റെ വലിപ്പമോ അല്ലെങ്കിൽ ജനസംഖ്യയോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉത്തർപ്രദേശിലാണ് ജനസംഖ്യ, കേരളം ഇത്ര സ്ഥാനത്താണ്, സിക്കിം ചെറുതാണ്, ഗോവ ചെറുതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ എന്ത് ചെയ്യാറില്ല, കണക്കാക്കാറില്ല. ജനസംഖ്യ പരിഗണിക്കാതെ തുല്യമായ പ്രാതിനിധ്യം നൽകുന്നതാണ് ഒന്നാമത്തെ തത്വം. ഇതിനെ എന്ത് പറയുന്നു? സമതുലിത പ്രാതിനിധ്യം എന്നാണ്. സമമായിട്ടാണ് അല്ലെ, സമതുലിത പ്രാതിനിധ്യം എന്ന് വിളിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ തത്വം നോക്കുക. രണ്ടാമത്തെ തത്വം എന്താണ് പറയുന്നത്? എന്നാൽ രണ്ടാമത്തെ തത്വം അനുസരിച്ച് സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ പ്രദേശങ്ങളിലെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി 2ാം മണ്ഡലത്തിലേക്കുള്ള പ്രാതിനിധ്യം അനുവദിക്കുന്നു. ഇത് പ്രകാരം കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അംഗങ്ങളെ 2ാമത്തെ മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നും ഇത്ര പേരാണ് രാജ്യസഭയിലേക്ക് നോമിനേഷൻ കൊടുക്കുന്നത് അല്ലെ. അതുപോലെയാണോ ഉത്തർപ്രദേശിൽ കൊടുക്കുന്നത്? അല്ല അല്ലെ. 2 സംഖ്യയിലും മാറ്റമുണ്ട് അല്ലെ. കാരണം ഉത്തർപ്രദേശിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുണ്ട്. അതുകൊണ്ട് ആ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. കേരളത്തിലും അതെ, കേരളത്തിന്റെ വലിപ്പത്തിനനുസരിച്ചും ജനസംഖ്യക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭയിലേക്ക് ആളെ തെരഞ്ഞെടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി രാജ്യസഭയിലെ അംഗങ്ങളെ 6 വർഷ കാലയളവിലേക്ക് തെരഞ്ഞെടുക്കുന്നു. അംഗങ്ങൾക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ട്. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളുടെയും കാലാവധി പൂർത്തിയാക്കുന്നത് ഒരേ സമയത്തല്ല. അപ്പൊ ഞാൻ രാജ്യസഭയിലേക്ക് കയറി, നിങ്ങൾ ഒരാളോ രാജ്യസഭയിലേക്ക് കയറി, എല്ലാവരും ഒരേ സമയമാണോ കാലാവധി പൂർത്തിയാക്കുന്നത്? അല്ല. കാരണം ഓരോ 2 വർഷം കൂടുമ്പോഴും, ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ 2 വർഷം കൂടുമ്പോഴും രാജ്യസഭയിലെ കാലാവധി പൂർത്തീകരിച്ച് 1/3
മൂന്നിൽ ഒന്ന് അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും ആ ഒഴിവിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അല്ലാണ്ട് ഇപ്പോ ഒരു ഘട്ടത്തിൽ തന്നെ രാജ്യസഭയിലേക്ക് മുഴുവൻ അംഗങ്ങളെ കയറ്റുക, എന്നിട്ട് ആ കാലാവധിക്ക് ശേഷം എല്ലാവരും ഇറക്കുക, എന്നിട്ട് വീണ്ടും ഇലക്ഷൻ, അങ്ങനെയല്ല. കാരണം ഓരോ 2 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യും, ഓരോരുത്തരുടെ കാലാവധി കഴിയുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, 3ൽ 1 വെച്ചിട്ട് എന്ത് ചെയ്യണം, പിരിഞ്ഞു പോകണം. 3ൽ 1 അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും ആ ഒഴിവിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. ഈ കാരണത്താൽ രാജ്യസഭ ഒരിക്കലും പിരിച്ചുവിടാനായില്ല. അതുകൊണ്ടാണ് രാജ്യസഭയെ നമ്മൾ എന്ത് പറയുന്നത്, രാജ്യസഭയുടെ കാലാവധി എത്രയെന്ന് ചോദിച്ചാൽ രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? ഇല്ല. അതൊരു സ്ഥിരം സഭയാണ്. രാജ്യസഭയുടെ കാലാവധി എത്ര ചോദിച്ചാൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. അതൊരു സ്ഥിരം സഭയാണ് എന്ന് പറയാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് മനസ്സിലായി തന്നല്ലോ. അതിനാൽ ഇതിനെ പാർലമെന്റ്, ഇവിടെ ഉണ്ട്, സ്ഥിരം സഭ എന്നാണ് വിളിക്കുന്നത്. ലോകസഭ പിരിച്ചുവിടുകയും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പോലും രാജ്യസഭ വിളിച്ചുകൂട്ടാനും അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇതുമൂലം സാധിക്കുന്നു. ഇപ്പൊ നമുക്ക് ലോകസഭ നമ്മൾക്കറിയാം 5 വർഷം കാലാവധി കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു പിരിയുന്നു, വീണ്ടും നമ്മൾ ഇലക്ഷൻ ചെയ്ത് കയറ്റുന്നു, 5 വർഷം കഴിഞ്ഞു. അപ്പോൾ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ലോകസഭയിൽ കാലാവധി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, ഇലക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. ഓക്കെ, എന്നാലും ആ സന്ദർഭമൊന്നും അവിടെ ആർക്ക് ബാധകമല്ല, രാജ്യസഭയ്ക്ക് ബാധകമല്ല. കാരണം രാജ്യസഭ എന്ത് ചെയ്യും, പുതിയ സാഹചര്യങ്ങളിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, രാജ്യസഭ വിളിച്ചുകൂട്ടും, അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചകളൊക്കെ എന്ത് ചെയ്യും, രാജ്യസഭയിൽ നടക്കും. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെ കൂടാതെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുമുണ്ട്. തെരഞ്ഞെടുക്കുന്ന അംഗങ്ങളെ കൂടാതെ പിന്നെ ആരുണ്ട്, നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുണ്ട്. സാഹിത്യം, കല, സാമൂഹ്യ സേവനം, സയൻസ് തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തികളിൽ നിന്ന് 12 അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. എത്ര അംഗങ്ങളെയാണ്? 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, നമ്മൾ രാജ്യസഭയെ കുറിച്ചിട്ട് നമ്മൾ നോക്കി. ഇനി ലോകസഭ. എന്തായാലും ഈ രാജ്യസഭ ലോകസഭ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് നോക്കിക്കോട്ടോ, എൽഡിക്ക് ഉറപ്പിച്ചോളൂ. അടുത്ത ഘട്ടങ്ങൾ എഴുതുന്നവരൊക്കെ. ഓക്കെ, ഇന്ന് നമ്മുടെ കൂട്ടുകാർക്ക് കുറേ പേര് എക്സാം എഴുതുന്ന, ഇപ്പൊ ഞാൻ സമയം ക്ലാസ് എടുക്കുന്ന ടൈം 2 മണി 2:30 ഇപ്പോൾ. ഓക്കെ, നല്ല രീതിയിൽ തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല കഷ്ടപ്പെട്ട് പഠിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പോയിട്ടുണ്ട്. അവർക്ക് നല്ല രീതിയിൽ ആ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു വിജയം കിട്ടട്ടെ, മാത്രം പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. അത് നമ്മൾ അറിയാലോ, നമ്മളല്ലേ അയക്കുന്നത് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും. നമ്മളാണ് വോട്ട് ചെയ്തിട്ട് നമ്മൾ അയക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മളെ കാണുമ്പോൾ അവരൊരു മെയിൻറ്റ് പോലും ചെയ്യാറില്ല, അല്ലെ? മെയിൻറ്റ് ചെയ്യാറുണ്ടോ? മെയിൻറ്റ് പോലും ചെയ്യാറില്ല. അവരിങ്ങനെ വൈറ്റ് കാറിൽ ഇങ്ങനെ എന്തായിരിക്കും ഹൈവേ കൂടെ അങ്ങോട്ട് പാസ് ചെയ്യേണ്ട കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട്. നമ്മൾ അവിടെ എന്താണ്? ഓക്കെ, ഇനി അതിലേക്കൊന്നും നമുക്ക് കിടക്കണ്ട, അല്ലേ? നമ്മൾ രാഷ്ട്രീയപരമായിട്ടൊന്നും ചർച്ചകൾ വേണ്ട. എന്തായാലും ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി രാജ്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഏകദേശം തുല്യ ജനസംഖ്യയ്ക്ക് അനുപാതത്തിലുള്ള വിവിധ നിയോജക മണ്ഡലങ്ങളെ തിരിച്ചു. നമ്മൾ പറയല്ലേ, നിങ്ങൾ ഏതാ നിയോജക മണ്ഡലം എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, അല്ലേ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും? തുല്യ ജനസംഖ്യ അനുപാതത്തില് വിവിധ നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. എവിടെ? അത് സംസ്ഥാന നിയമസഭയാണെങ്കിൽ സംസ്ഥാനത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ വീതം തെരഞ്ഞെടുക്കുന്നു. അതൊക്കെ നമുക്കറിയാം, നമ്മൾ ഇലക്ഷൻ ചെയ്തിട്ട് ഓരോരുത്തരെ കയറ്റുന്നതാണ്. ആ രീതിയൊക്കെ നമുക്കറിയാം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം ഓരോ വ്യക്തിയുടെയും വോട്ടിന്റെ മൂല്യം തുല്യമായിരിക്കും. ഓരോ വോട്ടിന്റെ മൂല്യം ഇതിൽ പറയുന്നുണ്ട്. ഇപ്പൊ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം ഓരോ വ്യക്തിയുടെയും വോട്ടിന്റെ മൂല്യം തുല്യമായിരിക്കുന്നു. അങ്ങനെ ഓരോ വ്യക്തിയുടെയും വോട്ടിന്റെ, ഒരിക്കലും ഞാൻ ഇതിനെ നെഗറ്റീവായിട്ട് പറയില്ല കേട്ടോ, വോട്ടിന്റെ മൂല്യം തുല്യമായിരിക്കുന്നു. VIP വരുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, സിനിമ സ്റ്റാറുകളും ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഒക്കെ വലിയ വരുന്ന സമയത്ത് ക്യൂവിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇവർ ആദ്യം വോട്ട് ചെയ്യും. സാധാരണ ജനങ്ങൾ എപ്പോഴും നമ്മളിവിടെ ക്യൂ നിൽക്കുന്നവർ എന്ത് ചെയ്യും? ക്യൂ നിൽക്കും, ഫസ്റ്റ് വരുന്നത്. അങ്ങനെ എന്നിട്ടല്ലേ ഒരു സിനിമ ആക്ടർ പോയ സമയത്തൊക്കെ ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പറ്റില്ല, ബാക്കിലേക്ക് നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. അത് കറക്റ്റ്, അതാണ് ജനാധിപത്യ രീതി എന്ന് പറയുന്നത്. അപ്പൊ വോട്ടിന്റെ മൂല്യം അവർക്ക് 10 വോട്ട് ചെയ്തിട്ട് കൊണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവിടെയും പോലും എന്താണ്, ഒരു വ്യത്യാസമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്, അല്ലേ? അതാണ് പണത്തിന്റെ പവർ എന്ന് പറയുന്നത്. വോട്ടിന്റെ മൂല്യം തുല്യമായിരിക്കും. രാജ്യത്ത് നിലനിൽക്കുന്ന 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. 1973 മുതൽ ഇതിന് 71 മുതലൊന്നും ഇതിന് മാറ്റം വന്നിട്ടില്ല. അപ്പൊ ലോകസഭ എന്താന്ന് വെച്ചാലോ, ലോകസഭയിലേക്ക്, നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്കൊക്കെ നമ്മളാണ് എന്ത് ചെയ്യുക? ജനങ്ങള് നേരിട്ട് തെരഞ്ഞെടുക്കുന്നത്. നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരു മേഖല ഏത് മാത്രമാണ്? രാജ്യസഭ മാത്രമാണ് കേട്ടോ. ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് എന്ത് ചെയ്യും? തുല്യ ജനസംഖ്യയുള്ള ഓരോ നിയോജക മണ്ഡലങ്ങളായിട്ട് തരംതിരിക്കും. അങ്ങനെ ആ ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു പ്രതിനിധിയെ, രാഷ്ട്രീയ പ്രതിനിധിയെ അവിടെ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ പ്രതിനിധിയെയാണ് നമ്മൾ വോട്ട് ചെയ്തിട്ട് കയറ്റുന്നത്.
ലോകസഭയുടെ പരമാവധി കാലാവധി എത്രയാണ്? 5 വർഷമാണ്. കാര്യനിർവഹണ വിഭാഗം എന്ന അത് ഓക്കെ. രാഷ്ട്രീയ പാർട്ടികൾക്കോ കൂട്ടുകക്ഷി മുന്നണികൾക്കോ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഗവൺമെന്റിന് രൂപം കൊടുക്കാൻ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിയോട് ലോകസഭ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ ഉപദേശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കാലാവധിക്ക് മുമ്പ് ലോകസഭ പിരിച്ചുവിടാവുന്നതാണ്. എങ്ങനെയൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഭൂരിപക്ഷം കിട്ടാതെ വരാം അല്ലേ? അപ്പോൾ ഒരു ഗവൺമെന്റിന് രൂപം കൊടുക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. ആ സമയത്ത് പ്രധാനമന്ത്രി രാഷ്ട്രപതിയോട് എന്ത് പറയും? ലോകസഭ പിരിച്ചുവിട്ടിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപദേശിക്കുകയാണ് ചെയ്യുകയാണെങ്കിൽ കാലാവധിക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? ലോകസഭ പിരിച്ചുവിടാവുന്നതാണ്. ഇനി പാർലമെന്റ് എന്തൊക്കെയാണ്? പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ലോകസഭയും. ഒരു പാർലമെന്റ് എന്ന് പറയുന്നത് ലോകസഭയും രാജ്യസഭയും പിന്നെ പ്രസിഡന്റും കൂടി ചേർന്നതാണ് അല്ലേ? നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ എന്തെല്ലാമാണ്? പാർലമെന്റിന്റെ 2 സഭകളുടെ നോക്കാം കേട്ടോ. ഇനി എന്താണ് പാർലമെന്റ് ചെയ്യുന്നത്? നോക്കൂ, ഓരോന്നായിട്ട് പഠിക്കണം കേട്ടോ. നിയമനിർമ്മാണം കൂടാതെ നിയമം നിർമ്മിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ് അല്ലേ? അങ്ങനെ മറ്റു പല ചുമതലകളും പാർലമെന്റ് നിർവഹിക്കുന്നുണ്ട്. പാർലമെന്റിന്റെ ചുമതലകളിൽ നമുക്ക് പരിചയപ്പെടും. അതാ ഈ ഓരോരോ ഡോട്ട് വെച്ചിട്ട് തരും. അതിൽ എന്തൊക്കെയാണ്? അങ്ങനെ കുറേ പാർലമെന്റിന്റെ അധികാരങ്ങളുണ്ട്. അത് നമുക്ക് പഠിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിയമം നിർമ്മിക്കുക മാത്രമല്ല പാർലമെന്റിന്റെ അധികാരം എന്നുള്ളത്. അങ്ങനെ എന്തൊക്കെ അധികാരങ്ങളാണ് പാർലമെന്റിനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഒന്നാമത്തത് നിയമനിർമ്മാണ ചുമതല. ഒന്നാമത്തെ അധികാരം എന്താണ്? നിയമനിർമ്മാണ ചുമതലകൾ നോക്കാം. രാജ്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെന്റ് ആണ്. അത് നമുക്കറിയാം. നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ മുഖ്യ ചുമതലയെങ്കിലും പലപ്പോഴും പാർലമെന്റ് നിയമനിർമ്മാണത്തിന് അംഗീകാരം കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. സ്റ്റേറ്റ്മെന്റ് വരുമ്പോ ഒക്കെ ശ്രദ്ധിക്കണേ. പാർലമെന്റ് ചില സമയത്തൊക്കെ എന്താണ്? ആ നിയമനിർമ്മാണത്തിന് അംഗീകാരം കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ഒരു ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നത് ബന്ധപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ആരാണ്? ഉദ്യോഗസ്ഥരാണ്. കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഞാനൊരു മന്ത്രിയാണ്, നമുക്ക് പറയാലോ, പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാനൊരു മന്ത്രിയാണ്, ഞാനിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിൽ പ്ലാനിങ് ചെയ്തു കണ്ടു. അപ്പൊ അത് ഉദ്യോഗസ്ഥനോട് എന്ത് പറയണം? ഈ രീതിയിൽ ഒരു ബില്ലിന്റെ കരട് തയ്യാറാക്കാനായിട്ട് ഉദ്യോഗസ്ഥരോട്, കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരോട് പറയണം. ഞാൻ പറയണേ ഉള്ളൂ, ബാക്കി മുഴുവൻ ചെയ്യുന്നത് ആരാണ്? അവിടെ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊക്കെ കൊണ്ടുവന്ന് ആ ഉദ്യോഗസ്ഥന്മാര് എന്ത് ചെയ്യും? മന്ത്രിമാർക്ക് സമർപ്പിച്ചു കൊടുക്കും അല്ലെ? ആ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനവിടെ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് സൈൻ അല്ലെ? ഒരു സൈൻ ഇടണം, അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? മന്ത്രിമാരുടെ അപ്പൊ ചെയ്യുന്നത് മുഴുവൻ ആരാണ്? ഉദ്യോഗസ്ഥരാണ്. അതാണ് പറഞ്ഞത് ഇവിടെ. പലപ്പോഴും പാർലമെന്റ് നിയമനിർമ്മാണത്തിന് അംഗീകാരം കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം അതൊന്നും എഴുതി തയ്യാറാക്കി റെഡിയാക്കുന്നത് ഇവരല്ല എന്നാണ് പറയുന്നത്. ഒരു ബില്ലിന്റെ ഉള്ളടക്കവും അതിന്റെ അവതരണ സമയവും തീരുമാനിക്കുന്നത് ക്യാബിനറ്റ് ആണ്. ക്യാബിനറ്റിന്റെ അംഗീകാരമില്ലാതെ പ്രധാന ബില്ലുകളൊന്നും പാർലമെന്റിൽ അവതരിപ്പിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ ക്യാബിനറ്റിന്റെ അംഗീകാരം വേണം. പ്രധാന ബില്ലുകളൊന്നും പാർലമെന്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാബിനറ്റിന്റെ അംഗീകാരം ഇല്ലാതെ ഒന്നും പാർലമെന്റിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കില്ല. മന്ത്രിമാരല്ലാത്ത അംഗങ്ങൾക്കും പാർലമെന്റിന്റെ ബില്ലിൽ അവതരിപ്പിക്കാമെങ്കിലും ഗവൺമെന്റിന്റെ പിന്തുണയില്ലാതെ പാസ്സാക്കി എടുക്കാൻ സാധിക്കില്ല. ഇപ്പോ മന്ത്രിമാർക്ക് മാത്രമല്ല ബില്ല് അവതരിപ്പിക്കാൻ പറ്റുക കേട്ടോ. മറ്റുള്ളവർക്കും എന്ത് ചെയ്യാം? മന്ത്രിമാരല്ലാത്ത അംഗങ്ങൾക്കും പാർലമെന്റില് ബില്ലുകൾ അവതരിപ്പിക്കാം. നാളെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോ ചെയ്യണം. മന്ത്രിമാരല്ലാത്ത അംഗങ്ങൾക്കും എന്ത് ചെയ്യാം? പാർലമെന്റിൽ ബില്ലുകൾ അവതരിപ്പിക്കാം. പക്ഷെ ഗവൺമെന്റിന്റെ പിന്തുണയില്ലാതെ ഒന്നും ഒരിക്കലും അത് പാസ്സാക്കി എടുക്കാനായിട്ട് കഴിയില്ല. ഇനി കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും അതിന്റെ ഉത്തരവാദിത്ത നിർവഹണം ഉറപ്പുവരുത്തുകയും ചെയ്യുക. രണ്ടാമത്തെ നോക്കൂ. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക, അതിന്റെ ഉത്തരവാദിത്വ നിർവഹണം ഉറപ്പുവരുത്തുക. കാര്യനിർവഹണ വിഭാഗം അതിന്റെ അധികാര പരിധി ലംഘിക്കുന്നില്ലെന്ന്, അതായത് ഉദ്യോഗസ്ഥരാണല്ലോ കാര്യം നിർവഹിക്കുന്നത്, തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഉത്തരവാദിത്തം പുലർത്തുന്നുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. അപ്പൊ പാർലമെന്റ് മെയിനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ ഉദ്യോഗസ്ഥന്മാരും രാജ്യത്തിന് അതായത് അവരവരുടെ ചുമതലകൾ നേരെ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ ചുമതലയാണ്. ഇത് പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് കേട്ടോ. ഇത് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്. കാരണം തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഉത്തരവാദിത്തം പുലർത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നുള്ളത് ക്യാബിനറ്റ് ശ്രദ്ധിക്കുന്നവർ. ഈ ക്യാബിനറ്റ് എന്ന് ജനങ്ങളോട് ഉത്തരവാദിത്തം പുലർത്തുന്നുണ്ടോ എന്നുള്ളത് ആരാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. ഇത് പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. പാർലമെന്റിന്റെ ഈ ചുമതലയെക്കുറിച്ച് ഓക്കെ. ഇനി സാമ്പത്തിക ചുമതല. ഓക്കെ, ഫസ്റ്റത്തെ നിയമനിർമ്മാണ അധികാര ചുമതല പറഞ്ഞു. 2 കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക, അതിന്റെ ഉത്തരവാദിത്തം ഉറപ്പുവരുത്തുക പറഞ്ഞു. 3ാമത്തെ സാമ്പത്തിക ചുമതല. ഗവൺമെന്റ് പല കാര്യങ്ങൾക്കും വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നുണ്ട്. ഈ പണം എവിടെ നിന്ന് ലഭിക്കുന്നു?
ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്തുന്നത് പലതരം നികുതികളിലൂടെയാണ്. മനസ്സിലായല്ലോ? ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നികുതി ചുമത്തൽ പ്രക്രിയയെയും ഗവൺമെന്റിന്റെ പണം ചെലവഴിക്കുന്ന മാർഗങ്ങളെയും നിയന്ത്രിക്കുന്നത് നിയമനിർമ്മാണ സഭകളാണ്. ലോകസഭയുടെ അംഗീകാരത്തോടെ മാത്രമേ ഇന്ത്യ ഗവൺമെന്റിന് പുതിയ നികുതി ചുമത്താൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധിക്കണം. ലോകസഭയുടെ അംഗീകാരത്തോടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്ത്യ ഗവൺമെന്റിന് പുതിയ നികുതി ചുമത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പുതിയ നികുതി ചുമത്തണമെങ്കിൽ ആരുടെ അംഗീകാരം വേണം? ലോകസഭയുടെ അംഗീകാരം വേണം. ഗവൺമെന്റിന് അതിന്റെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള വിഭവങ്ങൾ അനുവദിക്കുന്നത് പാർലമെന്റിന്റെ സാമ്പത്തിക അധികാരത്തിൽ പെട്ടതാണ്. സമാഹരിക്കാൻ ആഗ്രഹിക്കുന്ന വിഭവങ്ങളെക്കുറിച്ചും ചെലവഴിച്ച പണത്തെക്കുറിച്ചുമുള്ള ഒരു കണക്ക് ഗവൺമെന്റുകൾ നിയമനിർമ്മാണ സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കണം. സർക്കാർ പണം ദുർവിനിയോഗം ചെയ്യുന്നില്ലെന്നും അതുപോലെ അമിതമായി പണം ചെലവഴിക്കുന്നില്ലെന്നും നിയമനിർമ്മാണ സഭ ഉറപ്പുവരുത്തുന്നു. സർക്കാരിന്റെ വാർഷിക ധനകാര്യ അവലോകനത്തിലൂടെയും ബജറ്റിലൂടെയുമാണ് എന്ത് ചെയ്യുന്നത്? ഇത് സാധ്യമാകുന്നുള്ളൂ. ഇനി പ്രാതിനിധ്യത്തെ കുറിച്ച് നോക്കാം. രാജ്യത്തിന്റെ വിവിധ മേഖലകളുടെ അല്ലെങ്കിൽ പ്രാദേശിക സാമൂഹ്യ സാമ്പത്തിക മതവിഭാഗങ്ങളുടെ വീക്ഷണങ്ങളെ പാർലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അതായത് രാജ്യത്തിന്റെ വിവിധ മേഖലകൾ പറയുമ്പോൾ പ്രാദേശിക മേഖലയിലും സാമൂഹ്യ മേഖലയിലും സാമ്പത്തിക മേഖല, സാംസ്കാരിക മേഖല, മതവിഭാഗങ്ങൾ, അവരുടെ ഒക്കെ താല്പര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പാർലമെന്റ് പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് 5-ാമത്തേത് ചർച്ചാപരമായ ചുമതല. രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ ചർച്ചാവേദിയാണ് ഇത് പാർലമെന്റ്. ചർച്ചകൾ നടത്തുന്നതിനുള്ള പാർലമെന്റിന്റെ അധികാരത്തിന് പരിധികളുണ്ടോ? ഇല്ല. അംഗങ്ങൾക്ക് ഏത് വിഷയവും നിർഭയമായിട്ട് പാർലമെന്റിൽ ചർച്ച ചെയ്യാവുന്നതാണ്. രാജ്യം നേരിടുന്ന ഏതൊരു വിഷയത്തെയും വിശകലനം നടത്താൻ ഇത് പാർലമെന്റിനെ പ്രാപ്തമാക്കുന്നു. ജനാധിപത്യപരമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനം ഇത്തരം കാതലായ ചർച്ചകളാണ്. അപ്പൊ എത്ര വേണമെങ്കിലും ചർച്ചകൾ എന്ത് ചെയ്യാം? പാർലമെന്റിൽ നടത്താം. അപ്പൊ ഈ ചർച്ച നടത്തുന്നത് കൊണ്ട് മാത്രമാണ് എന്ത് വിചാരിക്കുന്നത്? പാർലമെന്റ് നല്ല രീതിയിൽ പ്രാപ്തമാകുന്നത് തന്നെ ഓരോ വിഷയങ്ങളിലും ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് കൊണ്ടാണ്. ഇനി അടുത്തത് ഭരണഘടനാപരമായ ചുമതല. നോക്കൂ, ഭരണഘടനാ ഭേദഗതി ചർച്ച ചെയ്യാനും നടപ്പിലാക്കാനും പാർലമെന്റിന് അധികാരമുണ്ട്. ഈ പ്രവർത്തനത്തിൽ പാർലമെന്റിലെ 2 സഭയ്ക്കും തുല്യ അധികാരമാണ് ഉള്ളത്. അപ്പോൾ ഭരണഘടനാ ഭേദഗതിക്ക് ശ്രദ്ധിക്കണേ, ഭരണഘടനാ ഭേദഗതിക്ക് 2 സഭയ്ക്കും എന്ത് തന്നെയാണ്? തുല്യ അധികാരമാണ്. ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും ഭരണഘടനാ ഭേദഗതിയിൽ തുല്യ അധികാരമാണ് ഉള്ളത്. എല്ലാ ഭരണഘടനാ ഭേദഗതികളും പാർലമെന്റിന്റെ 2 സഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കണം. ശ്രദ്ധിച്ചോളൂ, എല്ലാ ഭരണഘടന ശ്രദ്ധിക്കണേ എല്ലാ ഭരണഘടനാ ഭേദഗതികളും പാർലമെന്റിന്റെ 2 സഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കണം. മനസ്സിലായോ? അടുത്തത് തെരഞ്ഞെടുപ്പ് ചുമതല. തെരഞ്ഞെടുപ്പ് സംബന്ധമായ ചില ചുമതലകളും പാർലമെന്റ് നിർവഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തെരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയും തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് ആണ്. ഇനി അടുത്ത നീതിന്യായ ചുമതലകൾ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ പുറത്താക്കുന്നതിനുള്ള നിർദ്ദേശം പരിഗണിക്കാനുള്ള അധികാരം പാർലമെന്റിന്റെ നീതിന്യായ ചുമതലയിൽ പെട്ടതാണ്. അപ്പൊ പാർലമെന്റിന് നീതിന്യായം ഉള്ള ചുമതല ഏതിലാണ്? രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ പുറത്താക്കാനുള്ള നിർദ്ദേശം പരിഗണിക്കുന്നത് അതെന്താണ്? പാർലമെന്റിന്റെ ഒരു നീതിന്യായ ചുമതലയാണ്. ഇനി എന്തൊക്കെയാണ് ലോകസഭയുടെ അധികാരങ്ങളും രാജ്യസഭയുടെ അധികാരങ്ങളും എന്നുള്ളത് നോക്കാം. ഇങ്ങനെ ബോക്സ് വരുമ്പോൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി ലോകസഭയുടെ അധികാരങ്ങൾ നോക്കൂ. യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും, സ്റ്റേറ്റ് ലിസ്റ്റ് ഇല്ല കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റ് എപ്പോഴും ആർക്ക് തന്നെയാണ് അധികാരം? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രാജ്യസഭ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമസഭകളിലാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സംസ്ഥാന ലിസ്റ്റിൽ രാജ്യസഭയ്ക്ക് അധികാരമുണ്ടോ? ഇല്ല. രാജ്യസഭയ്ക്കല്ലേ അധികാരമുള്ളൂ, ലോകസഭയ്ക്കല്ല. യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നു. ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. പിന്നെയോ നികുതി ചുമത്തുക, വാർഷിക സാമ്പത്തിക കണക്കുകള്, ബഡ്ജറ്റ് എന്നിവയ്ക്കൊക്കെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു. ചോദ്യങ്ങൾ, ഉപചോദ്യങ്ങൾ, തീരുമാനം, പ്രമേയം, അവിശ്വാസ പ്രമേയം തുടങ്ങിയവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. ഭരണഘടന ഭേദഗതി ചെയ്യുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നു. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തെരഞ്ഞെടുക്കുന്നു.
രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയെയും തെരഞ്ഞെടുക്കുന്നു. പിന്നെ അവരെ നീക്കം ചെയ്യുന്നു. ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ നീക്കം ചെയ്യുന്നത്. കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവരുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നു. നമ്മൾ പറയാമല്ലോ, ഓരോരോ കമ്മീഷനെ നിയമിക്കുന്നു. വാർഷിക റിപ്പോർട്ട്, വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഓക്കെ, ഇനി രാജ്യസഭയുടെ അധികാരങ്ങൾ നോക്കൂ. ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും. എന്താണ് ധനേതര ബില്ല് എന്ന് പറയുമ്പോൾ? അതായത് മണി ബില്ല് അല്ലെങ്കിൽ ധനബില്ല് പാസ്സാക്കാനും അവതരിപ്പിക്കാനും ഒക്കെ അധികാരം മണി ബില്ല് എവിടെ മാത്രമേ പാടുള്ളൂ? ലോകസഭയിൽ മാത്രമേ പാടുള്ളൂ. ഒരിക്കലും ധനബില്ല് അല്ലെങ്കിൽ മണി ബില്ല് രാജ്യസഭയിൽ പാടില്ല. മനസ്സിലാക്കുക. അതാണ് ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ധനബില്ലുകൾക്ക് ഭേദഗതികൾ അവിടെ ഭേദഗതി ചെയ്യാൻ ഒരു നിർദ്ദേശം കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. പക്ഷെ ധനബില്ലിലൊക്കെ തീരുമാനം എപ്പോഴും ലോകസഭയാണ്. ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിക്കുക, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക, നീക്കം ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ്. ശ്രദ്ധിക്കണം, ഉപരാഷ്ട്രപതി. കാരണം രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ്. അതുകൊണ്ടാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്നത് ആരാണ്? രാജ്യസഭ എന്ന് പറയുന്നത്. ഒരിക്കലും ലോകസഭയല്ല. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നു. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിന് നൽകുവാൻ കഴിയുന്നത് ആർക്കാണ്? രാജ്യസഭയ്ക്കാണ്. ഇനി നമുക്ക് രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ, എന്തൊക്കെയാ സ്പെഷ്യൽ പവേഴ്സ് ആണ് രാജ്യസഭയ്ക്കുള്ളത് എന്നുള്ളത് നോക്കാം. സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനപരമായ ഒരു സംവിധാനമാണ് രാജ്യസഭ. ആണല്ലേ? സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഏത് കിടക്കുന്നത്? രാജ്യസഭ കിടക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ സംരക്ഷിക്കുകയാണ് അതിന്റെ ലക്ഷ്യം. ആയതിനാൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും നിർബന്ധമായും രാജ്യസഭയുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വിട്ടിരിക്കണം. ഓക്കെ, അപ്പൊ സംസ്ഥാന നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യവും എവിടേക്ക് ആരുടെ പരിഗണനയ്ക്ക് വെക്കണം? രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വെക്കണം. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ലേ, ലോകസഭയിലല്ലേ ക്യാബിനറ്റ് കിടക്കുന്നത്, അപ്പൊ അവർക്കായിരിക്കുമല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കില്ല. അല്ല, സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും നിർബന്ധമായും രാജ്യസഭയുടെ പരിഗണനയ്ക്കും അതുപോലെ തന്നെ അംഗീകാരത്തിനും വിട്ടിരിക്കണം. സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട, ശ്രദ്ധിക്കണേ, നോക്കൂ, സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റാൻ പാർലമെന്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം അനിവാര്യമാണ്. കാരണം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നാണല്ലോ യൂണിയൻ ലിസ്റ്റിലേക്കും കൺകറന്റ് ലിസ്റ്റിലേക്കും മാറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ രാജ്യസഭയുടെ അംഗീകാരം അനിവാര്യമാണ്. ഈ വ്യവസ്ഥ രാജ്യസഭയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ അനുഭവത്തിൽ രാജ്യസഭാംഗങ്ങൾ സ്വന്തം സംസ്ഥാനത്തോടുള്ളതിനേക്കാൾ കൂറ് സ്വന്തം രാഷ്ട്രീയ കക്ഷിയോട് പുലർത്തുന്നതായിട്ട് കാണാവുന്നതാണ്. രാജ്യസഭയ്ക്ക് കൂടുതൽ അധികാരം സംസ്ഥാന നിയമസഭയോടാണ് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും രാജ്യസഭാംഗങ്ങൾ എന്ത് ചെയ്യുന്നില്ല? സംസ്ഥാന നിയമസഭയോട് എന്ത് ചെയ്യുന്നില്ല? കൂറ് പുലർത്താതെ രാഷ്ട്രീയ കക്ഷിയോടാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ കൂറ് പുലർത്തുന്നത് എന്നാണ് പറയുന്നത്. ഇനി ലോകസഭയ്ക്ക് മാത്രമായിട്ടുള്ള അതുപോലെ എന്തുണ്ട്? പ്രത്യേക അധികാരങ്ങൾ. നമ്മൾ രാജ്യസഭ, അപ്പോൾ ശ്രദ്ധിക്കണം, രാജ്യസഭ എന്ന് പറയുമ്പോൾ അവിടെ സംസ്ഥാന നിയമസഭയാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. രാജ്യസഭ എപ്പോഴും സംസ്ഥാന നിയമനിർമ്മാണ സഭയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. ഇനി ലോകസഭയ്ക്ക് മാത്രമായിട്ട് അധികാരം നോക്കൂ. ലോകസഭയ്ക്ക് മാത്രമായിട്ട് ചില പ്രത്യേക അധികാരങ്ങളുണ്ട്. അതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലടാ, നമ്മൾ എന്താണ്, രാജ്യസഭയ്ക്ക് ധനബില്ല് ഒരിക്കലും രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല. മണി ബില്ല് കേട്ടോ. മണി ബില്ലിനെ ഒരിക്കലും അതായത് അവിടെ കൊണ്ടുപോകണമെന്നേ ഇല്ല രാജ്യസഭയിൽ. കാരണം ഫുള്ള് അത് പവർ ആർക്കാണ്? മണി ബില്ലിനെ കുറിച്ച് പറയുന്നത് ഏതാണ്? 110 പറയുന്നത്, 115 പറയുന്നത്. ധനബില്ലുകൾക്ക് തുടക്കം കുറിക്കാനോ നിരാകരിക്കാനോ ഭേദഗതി വരുത്താനോ രാജ്യസഭയ്ക്ക് അധികാരമില്ല. പറഞ്ഞത് കണ്ടോ? അപ്പൊ ഇതിനുള്ള അധികാരം ആർക്കാണ്? ലോകസഭയ്ക്കാണ്. മുൻവർഷ ക്വസ്റ്റ്യൻ ആണ് കേട്ടത്. മന്ത്രിസഭയ്ക്ക് ലോകസഭയോടാണ് ഉത്തരവാദിത്തമുള്ളത്. നമ്മൾ ലോകസഭയ്ക്കല്ലടാ വോട്ട് ചെയ്തിട്ട് അവരെ അയക്കുന്നത്. അപ്പോൾ അവർക്ക് മന്ത്രിസഭയ്ക്ക് എന്താണ്? ലോകസഭയോടാണ് ഉത്തരവാദിത്തമുള്ളത്. അല്ലാതെ ആരോടല്ല? രാജ്യസഭയോടല്ല കേട്ടോ. ആയതിനാൽ രാജ്യസഭയ്ക്ക് ഗവൺമെന്റിനെ വിമർശിക്കാനല്ലാതെ നീക്കം ചെയ്യാനൊന്നും കഴിയില്ല. രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാം? ഗവൺമെന്റിനെയൊക്കെ വിമർശിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അവരെ
നീക്കം ചെയ്യാനും രാജ്യസഭയ്ക്ക് കഴിയില്ല കേട്ടോ. ഇതിനുള്ള കാരണം എന്താണ് നമുക്കറിയാം. രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളാണ്. പഠിച്ചോ? ആരാണത്? MLA മാരല്ലേ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, അല്ലാതെ ജനങ്ങളെ നേരിട്ടല്ല. ആയതിനാൽ ഭരണഘടന രാജ്യസഭയ്ക്ക് ചില അധികാരങ്ങൾ നൽകിയിട്ടില്ല. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ജനാധിപത്യ വ്യവസ്ഥയിൽ അന്തിമ അധികാരം ആർക്ക് തന്നെയാണ്? ജനങ്ങൾക്കാണ്. ആയതിനാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾക്കാണ് ഗവൺമെന്റിനെ പുറത്താക്കാനും സാമ്പത്തിക കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരം. കാരണം നമ്മൾ ലോകസഭയ്ക്കാണല്ലോ ജനങ്ങളെ വ്യക്തികളെ അയക്കുന്നത്, എവിടേക്കാണ്? ലോകസഭയ്ക്കാണ്. അപ്പൊ അവർക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളത്? ഗവൺമെന്റിനെ ഒക്കെ പുറത്താക്കാനും സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള അധികാരം ഉള്ളത്. മനസ്സിലായല്ലോ? പറഞ്ഞു തരുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഒന്ന് പറയൂ കേട്ടോ, ഒന്ന് താഴെ കമന്റ് ചെയ്യേ. നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ? ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകും. ഇതിങ്ങനെ തന്നെ മതി എന്നൊക്കെ മനസ്സിട്ടോ. ഇനി ധനേതര ബില്ലുകൾ പാസ്സാക്കല്, ഭരണഘടനാ ഭേദഗതി, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതിയെ പുറത്താക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യ അധികാരമാണുള്ളത്. വെരി ഇമ്പോർട്ടന്റ്, പഠിച്ചോട്ടാ. ഏതൊക്കെയാണ്? ധനേതര ബില്ലുകൾ പാസ്സാക്കൽ. ധനേതരം പറയുമ്പോൾ ധനബില്ല് അല്ലാത്ത ബില്ലുകൾ. അപ്പൊ ധനബില്ല് എവിടെ പാസ്സാക്കും? ലോകസഭയിലാണ് പാസ്സാക്കുക അല്ലേ? ലോകസഭയിൽ തന്നെ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ലോകസഭ എങ്ങനെ ധനബില്ല് കൊടുക്കുക? ലോകസഭയിൽ ആദ്യം ധനബില്ല് അവതരിപ്പിക്കും, എന്നിട്ട് ലോകസഭ അതിന് തീരുമാനങ്ങളൊക്കെ എടുക്കും. എന്നിട്ട് ഒരു ഫോർമാലിറ്റി ഉണ്ട് അല്ലേ, നമ്മൾ രാജ്യസഭ അങ്ങനെ ഒഴിവാക്കാൻ പാടില്ല അല്ലേ? അപ്പൊ ഒഴിവാക്കേണ്ട എന്നൊരു രീതിയിൽ രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യും? അയക്കും. പക്ഷെ രാജ്യസഭയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ബില്ലിൽ മാറ്റം വരുത്താനോ ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. 14 ദിവസത്തിനകം എന്ത് ചെയ്യണം? രാജ്യസഭ അത് തിരിച്ച് എവിടേക്ക് അയക്കണം? ലോകസഭയിലേക്ക് അത് അയക്കണം. എന്നിട്ട് ലോകസഭ അതിന് അന്തിമ തീരുമാനം എടുക്കും. ഓക്കെ, അപ്പോൾ പക്ഷെ രണ്ട് സഭയ്ക്കും അധികാരമുള്ളത്, ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും ഒക്കെ തുല്യ അധികാരം വരുന്ന എവിടേക്കാണ്? ധനേതര ബില്ല് പാസ്സാക്കല്, ഭരണഘടനാ ഭേദഗതി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലടാ, ഭരണഘടനാ ഭേദഗതിക്ക് രണ്ട് സഭയുടെ അംഗീകാരം വേണം പറഞ്ഞില്ലേ? രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്. എന്താണ്? രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, പിന്നെയോ ഉപരാഷ്ട്രപതിയെ പുറത്താക്കല് തുടങ്ങിയ കാര്യങ്ങളിൽ ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യ അധികാരമാണ് ഉള്ളത്. പഠിച്ചല്ലോ? ഇനി നോക്കുന്നത് ആ ബുക്കിലത്തെ ഭാഗമാണ്. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങളൊന്ന് കറക്റ്റ് സ്ക്രീൻ ഒന്ന് സൂം ചെയ്തിട്ട് വായിച്ചെടുക്കണം കേട്ടോ. എങ്ങനെയാണ് ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് കേട്ടോ. എങ്ങനെയാണ്? ധനേതര ബില്ലുകൾ പാർലമെന്റിന്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ധനേതര ബില്ല് കേട്ടോ, ധനേതര ബില്ല്. ധനബില്ലല്ല. ധനബില്ല് എവിടെ? ലോകസഭയിലല്ലേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ധനേതര ബില്ലുകൾ എവിടെ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാം. ശ്രദ്ധിക്കണേ, എവിടേക്കാ? ഒന്നുകിൽ ലോകസഭയിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? രാജ്യസഭയിൽ അവതരിപ്പിക്കാം. ഇന്നവിടെ സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ധനേതര ബില്ലില് ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യും. കാരണം ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ചർച്ച ചെയ്യണം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് നൽകുന്നു. റിപ്പോർട്ട് എന്ത് ചെയ്യും? സഭ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. ഒന്നില്ലെങ്കിൽ അതിന് സഭ ബില്ലിന് എന്താ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുകയോ ചെയ്യാം. ഇനി സഭയിൽ പിന്നെ ബില്ലിനെ കുറിച്ചിട്ടുള്ള സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിശദമായിട്ടുള്ള ചർച്ച. സഭയിൽ ബില്ലിനെ കുറിച്ചിട്ട് വിശദമായ ചർച്ച നടക്കും. എന്നിട്ട് ബില്ല് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നു. എന്നിട്ട് ബില്ല് എന്ത് ചെയ്യും? അടുത്ത സഭ, ഒരു സഭ, ഇപ്പൊ ലോകസഭയിലാണെങ്കിൽ ലോകസഭ, രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ രാജ്യസഭയിലാണ് ആദ്യം സമർപ്പിച്ചതെങ്കിൽ പിന്നീട് ബില്ല് എന്ത് ചെയ്യും? അടുത്ത സഭ പറയുമ്പോൾ അത് ലോകസഭയിലേക്ക് അയക്കുന്നു. ബില്ല് എന്ത് ചെയ്യുന്നു? ലോകസഭയിലേക്ക് അയക്കുന്നു. പിന്നെ അടുത്ത സഭയിൽ അത് അംഗീകരിക്കുകയോ ഭേദഗതികൾ നിർദ്ദേശിക്കുകയോ ചെയ്യുന്നു. പിന്നെ ഇനി അല്ലെങ്കിൽ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആവശ്യമെങ്കിൽ വിളിക്കാം. ബില്ലിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഇതുണ്ടെങ്കിൽ രാജ്യസഭയും ലോകസഭയും കൂടിയിട്ട് എന്ത് ചെയ്യാം? രണ്ടുപേരും കൂടി ചേർന്നിട്ട് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാം. ഇനി രാഷ്ട്രപതി അംഗീകാരം നൽകുകയോ പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് തിരിച്ചയക്കുകയോ ചെയ്യുന്നു. പിന്നെ ബില്ല് എന്ത് ചെയ്യുന്നു? നിയമമാകുന്നു. ഇതാണ് ബില്ലിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഒരു ബില്ല് എന്ന് പറയുന്നത് ധനേതര ബില്ല് കേട്ടോ. ധനേതര ബില്ലുകൾ ഏത് രാജ്യസഭയിലോ ലോകസഭയിലോ ഒക്കെ ആദ്യം അവതരിപ്പിക്കാം. ഇനി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിന്റെ ഒരു കരട് രൂപമാണ്. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന, അതായത് ഒരു കാര്യങ്ങൾ നിർമ്മാണത്തിൽ കൊണ്ടുവരികയാണ് അല്ലേ? അപ്പോൾ അതിന് ആ നിയമത്തിന്റെ ഒരു കരട് രൂപമാണ് എന്ത്? ബില്ല് എന്ന് പറയുന്നത്. ബില്ലുകൾ വിവിധ തരത്തിലുണ്ട്. മന്ത്രിയല്ലാത്ത ഒരാൾ അവതരിപ്പിക്കുന്ന ബില്ലിനെ സ്വകാര്യ ബില്ല് എന്ന് വിളിക്കും. അത് വ്യക്തിപരമായിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ മന്ത്രിമാരല്ലാത്ത ഒരാൾ അവതരിപ്പിക്കുന്ന ബില്ലിനെ എന്താ പറയാ? സ്വകാര്യ ബില്ല് എന്ന് വിളിക്കുന്നു. എന്നാൽ മന്ത്രിയായ ഒരാൾ അവതരിപ്പിക്കുന്ന ബില്ലിനെ എന്ത് പറയും? അദ്ദേഹം ഗവൺമെന്റിന്റെ ആണല്ലോ അല്ലേ? അപ്പൊ അദ്ദേഹം ഗവൺമെന്റ് ബില്ല് എന്ന് പറയും. അപ്പൊ മന്ത്രി അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ഗവൺമെന്റ് ബില്ല്, മന്ത്രി അല്ലാത്ത ആളാണെങ്കിൽ അത് സ്വകാര്യ ബില്ല്. ഒരു ബില്ല് നിയമമാക്കുന്ന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ നോക്കിയല്ലോ. അത് എങ്ങനെയാണ്?
എന്താണെന്നുള്ളത്. ഇനി എത്ര തരം ബില്ലുകളുണ്ട്? വിവിധ തരം ബില്ലുകൾ നോക്കൂ. ഗവൺമെന്റ് ബില്ലുണ്ട്. അത് ആരാണ് ഗവൺമെന്റ് ബില്ല്? ഒരു മന്ത്രി അവതരിപ്പിക്കും അല്ലെ. സ്വകാര്യ ബില്ല് മന്ത്രിയല്ലാത്ത അംഗം. പിന്നെ ധനേതര ബില്ല് അതായത് ധനബില്ല് ഒഴിച്ചിട്ടുള്ള മറ്റു ബില്ലുകൾ. പിന്നെ ധനബില്ലുണ്ട്. പിന്നെ ഭരണഘടനാ ഭേദഗതി ബില്ല്, സാധാരണ ബില്ല്, ഇതൊക്കെ എന്താണ്? ബില്ലുകളാണ്. ഇനി നോക്കൂ, ഇവിടെ നോക്കൂ. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിന്റെ നയം ക്യാബിനറ്റ് അംഗീകരിക്കുന്നതോടെയാണ് ഒരു ബില്ലിന്റെ കരട് തയ്യാറാക്കൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓക്കെ, ക്യാബിനറ്റ് അംഗീകരിക്കണം അല്ലെ. ഒരു ബില്ല് എന്ന് പറയുമ്പോൾ ബില്ല് അവതരിപ്പിച്ചു കഴിയുമ്പോൾ ആ ക്യാബിനറ്റ് അംഗീകരിച്ചാലാണ് ആ ബില്ലിന്റെ കരട് തയ്യാറാക്കൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏതൊരു ബില്ലിന്റെയും കരട് രൂപം തയ്യാറാക്കുന്നത് ബന്ധപ്പെട്ട മന്ത്രാലയമാണ്. അപ്പൊ ഏതൊരു ബില്ല് തയ്യാറാക്കുന്നത് ആ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രാലയമായിട്ടായിരിക്കും ചെയ്യേണ്ടത്. നമുക്ക് ഉദാഹരണത്തിന് പറയുന്നത്, പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്നും 21 ഉയർത്തുന്നതിനുള്ള ബില്ല് തയ്യാറാക്കുന്നത് നിയമ മന്ത്രാലയമാണ്. കാരണം അതെന്താണ്? ഒരു നിയമം കൊണ്ടുവരികയാണ് അല്ലെ. വിവാഹപ്രായം 18 നിന്നും 21 ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ഒരു കറണ്ട് അഫെയർ കണ്ടിട്ടോ നിങ്ങൾ? ഹിമാചൽ പ്രദേശില് ഹിമാചൽ പ്രദേശിൽ തന്നെ വിവാഹപ്രായം 18 നിന്നും 21 ഇനി 21 വയസ്സിൽ അവിടെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അത് നമ്മുടെ കേരളത്തിലും കൂടി കൊണ്ടുവന്നെങ്കിൽ വനിതാ ശിശുക്ഷേമ മന്ത്രാലയവും ഇതിൽ പങ്കാളിയാവും. ഓക്കെ, ബില്ലുകൾ സാധാരണ പാർലമെന്റിന്റെ ഏത് സഭയിലും ആ സഭയിലെ ഒരംഗത്തിന് അവതരിപ്പിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ സാധാരണ മന്ത്രിയാണ് ബില്ല് അവതരിപ്പിക്കാറുള്ളത്. സാധാരണയായിട്ട് ആരാ ബില്ല് അവതരിപ്പിക്കാൻ? മന്ത്രി. ധനകാര്യ ബില്ലുകൾ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഇവിടെ ഉണ്ട് കേട്ടോ. ധനകാര്യ ബില്ലുകൾ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ലോകസഭ ധനകാര്യ ബില്ലുകൾ പാസ്സാക്കി കഴിഞ്ഞാൽ രാജ്യസഭയിലേക്ക് അയക്കും. പാസ്സാക്കി കഴിഞ്ഞിട്ട് ഫോർമാലിറ്റിക്ക് എന്ത് ചെയ്യും? രാജ്യസഭയിലേക്ക് അയക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? 14 ദിവസത്തിനകം അത് തിരിച്ചയക്കും വേണം. ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകളുടെ പ്രധാന ഭാഗങ്ങൾ നടക്കുന്നത് കമ്മിറ്റികളിൽ വെച്ചാണ്. കമ്മിറ്റി നൽകുന്ന ശുപാർശകൾ പിന്നീട് സഭകളിലേക്ക് അംഗീകാരത്തിനായിട്ട് അയക്കുന്നു. ഇതിനാലാണ് കമ്മിറ്റികളെ നിയമനിർമ്മാണ സഭയുടെ ലഘുരൂപം എന്ന് വിളിക്കുന്നത്. നിയമനിർമ്മാണ പ്രക്രിയയുടെ 2ാം ഘട്ടമാണിത്. ഓക്കെ, ഇനി മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലാണ് ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് വോട്ടിനിടുന്നത്. ഓക്കെ, ഒരു ധനേതര ബില്ല് ഒരു സഭ പാസ്സാക്കി കഴിഞ്ഞാൽ അത് അടുത്ത സഭയിലേക്ക് അയക്കുകയും അവിടെ ഇതേ നടപടിക്രമങ്ങളിലൂടെ ഈ ബില്ല് കടന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ധനേതര ബില്ലാണെങ്കിൽ രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിച്ച് ആ ബില്ല് അത് അവിടെ പാസ്സാക്കി അവിടെ എന്തൊക്കെ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ അതേ ഘട്ടത്തിലൂടെ എവിടെയും പോകും? ലോകസഭയിലും പോകും. ഇനി ഒരു ബില്ല് നിയമമാകണമെങ്കിൽ 2 സഭകളും പാസ്സാക്കിയിരിക്കണമെന്ന്. ഓക്കെ, ഒരു ബില്ല് നിയമമാകണമെങ്കിൽ 2 സഭകളും പാസ്സാക്കണം കേട്ടോ. ഒരു നിർദ്ദിഷ്ട ബില്ലിനെ കുറിച്ച് പാർലമെന്റിന്റെ 2 സഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ 2 സഭകളും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്ത് അത് പരിഹരിക്കാൻ ശ്രമിക്കണം. നമ്മൾ നേരത്തെ ആ ബോക്സ് പഠിച്ചില്ലേ? അതേ തന്നെ കേട്ടോ. എന്തെങ്കിലും 2 സഭകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുക. ഇങ്ങനെ 2 സഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്ത് സന്ദർഭങ്ങളിലെല്ലാം തീരുമാനങ്ങൾ ലോകസഭയ്ക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് കുറെ ബില്ലുകളൊക്കെ അവതരിപ്പിച്ച സമയത്ത് ഇതേപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ രാജ്യസഭയും ലോകസഭയും കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തു. ലാസ്റ്റ് അത് എന്ത് ചെയ്തു? അന്ന് ലോകസഭ എന്താണോ അവിടെ മുന്നോട്ട് വെച്ചത് അത് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഒരു ധനബില്ലിന്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് അത് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കാനേ പാടുള്ളൂ. ഓക്കെ, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബില്ലിൽ ഒരു മാറ്റവും ധനബില്ലിൽ ചെയ്യാൻ പറ്റില്ല. എന്നാൽ അത് തള്ളിക്കളയാനോ കഴിയില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, രാജ്യസഭ 14 ദിവസത്തിനകം ധനബില്ല് നടപടി എടുത്തിട്ടില്ലെങ്കിൽ അത് രാജ്യസഭ പാസ്സാക്കിയതായിട്ട് പരിഗണിക്കും. ധനബില്ലിൽ രാജ്യസഭ നിർദ്ദേശിക്കുന്ന ഭേദഗതികൾ ലോകസഭയ്ക്ക് സ്വീകരിക്കണം, നിരാകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പവർ ആർക്കാണ്? ലോകസഭയ്ക്ക് തന്നെയാണ്. ഒരു ബില്ല് 2 സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് അയച്ചു കൊടുക്കും. രാഷ്ട്രപതി അനുമതി ലഭിക്കുന്നതോടെ ഒരു ബില്ല് നിയമമായിട്ട് മാറും. ഇനി അനുച്ഛേദം 109 നോക്കൂ. ധനബില്ലുമായി ബന്ധപ്പെട്ട പ്രത്യേക നടപടിക്രമങ്ങളാണ് 109. ഒരു ധനബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കുവാൻ പാടില്ല. അപ്പൊ ധനബില്ലുമായി ബന്ധപ്പെട്ട പ്രത്യേക ധനബില്ല് പറയുന്നത് 110, മണിബില്ല് 110 പറയുന്നുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട പ്രത്യേക നടപടിക്രമങ്ങൾ എന്താണ്? 109 ആണ്. ഇനി പാർലമെന്റ് എങ്ങനെയാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത്? കാര്യനിർവഹണ വിഭാഗം പറയുമ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് അല്ലെ കാര്യനിർവഹിക്കുന്നത്. നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത് പാർലമെന്റ്, കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥര്. ആരൊക്കെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദം. പിന്നെയോ നീതിന്യായ കോടതികൾ. ഒരു പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയയിൽ ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയോ മുന്നണിയോ ആണ് കാര്യനിർവഹണ വിഭാഗം രൂപീകരിക്കുന്നത്. ഇത് ഭൂരിപക്ഷ പാർട്ടിയുടെ പിന്തുണയോടെ ഏകപക്ഷീയവും അനിയന്ത്രിതവുമായ അധികാരം ഉപയോഗിക്കുവാൻ കാര്യനിർവഹണ വിഭാഗത്തിന് അവസരം നൽകുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർലമെന്ററി ജനാധിപത്യം മന്ത്രിസഭയുടെ ഏകാധിപത്യത്തിലേക്ക് വഴുതി വീഴുകയും ക്യാബിനറ്റ് നയിക്കുന്ന വഴിയെ
സഭ സഞ്ചരിക്കുകയും ചെയ്യുന്നു. പാർലമെന്റ് ജാഗരൂകവും സജീവമായി പ്രവർത്തിച്ചാൽ മാത്രമേ അവർക്ക് നിരന്തരവും കാര്യക്ഷമവുമായി കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ. പാർലമെന്റിന് പല മാർഗങ്ങളിലൂടെയും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. അതായത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് ഭൂരിപക്ഷ പാർട്ടിയിൽ ഓരോരുത്തരും അധികാരത്തിൽ എത്തുമ്പോൾ ആ അധികാരം ഏറുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം? ഈ കാര്യനിർവഹണ വിഭാഗത്തെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ രാജ്യത്ത് നല്ല നല്ല രീതികളിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അല്ലാതെ ഈ കയറ്റിവിട്ട പാർട്ടികൾ അല്ലെങ്കിൽ ഓക്കെ അവര് എന്ത് പാടില്ല, അവിടെ ശ്രദ്ധിക്കാതിരുന്നാൽ മൊത്തം എന്താകും? തകരാറിലാകും. അംഗങ്ങൾക്ക് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഫലപ്രദമായും നിർഭയമായും പ്രവർത്തിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ടെന്നുള്ളതാണ്. ഉദാഹരണത്തിന് സഭാംഗങ്ങൾക്ക് ഏതൊരു കാര്യത്തെ സംബന്ധിച്ച് സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ സഭയിൽ പറയുവാനുള്ള അധികാരമുണ്ട്. അതിന്റെ പേര് സഭാംഗങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ സാധ്യമല്ല. ഇതിനെയാണ് പാർലമെന്റിന്റെ വിശേഷാനുകൂല്യം എന്ന് വിളിക്കുന്നത്. സഭാംഗങ്ങൾ ഈ വിശേഷാനുകൂല്യം ലംഘിച്ചിട്ടുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സഭാ അധ്യക്ഷനിലായിരിക്കും. അപ്പൊ നല്ല രീതിയിൽ നല്ല ഭാഷകൾ, സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുക, നല്ല ഭാഷയിലൊക്കെ സംസാരിക്കുക, നല്ല ഭാഷയിൽ തന്നെ പ്രവർത്തിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. പാർലമെന്റിലൊക്കെ കാണുന്ന സമയത്ത് എന്താണ് TV ന്യൂസിലൊക്കെ കാണുമ്പോൾ പാർലമെന്റിന്റെ ഒരു അവസ്ഥ. ഇനി ഓക്കെ ഇത് വേണ്ട. ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതിനും കാര്യനിർവഹണത്തിനു മേൽ ഫലപ്രദമായ നിയന്ത്രണം നടത്തുന്നതിനും സഭാംഗങ്ങളെ പ്രാപ്തരാക്കുന്ന സഭാംഗങ്ങൾക്ക് വിശേഷാധികാരം നൽകിയിരിക്കുന്നതാണ് വിശേഷണാധികാരം എന്ന് പറയുന്നത്. ഇനി പാർലമെന്ററി നിയന്ത്രണത്തിനുള്ള ഉപാധികൾ നോക്കാം. ഇൻസ്ട്രുമെന്റ്സ് ഓഫ് പാർലമെന്ററി കൺട്രോൾ. ഒരു പാർലമെന്ററി വ്യവസ്ഥയിൽ നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഉത്തരവാദിത്തം ഉറപ്പുവരുത്തേണ്ടത് പല ഘട്ടങ്ങളിലൂടെയാണ്. നയരൂപീകരണ ഘട്ടം, നിയമം അല്ലെങ്കിൽ നയം നടപ്പിലാക്കുമ്പോഴും നടപ്പിലാക്കിയതിനു ശേഷമുള്ള ഘട്ടം എന്നിവ. ഇപ്പോ ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കി എന്ന് വെക്കുക. ആ പെൻഷൻ കൊടുക്കുന്നത് മന്ത്രിമാരാണ് കൊണ്ട് കൊടുക്കുക? അല്ല, അവിടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങള് ആ രേഖകളും ഇതൊക്കെ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ അവിടെ ആക്കിയിട്ട് വേണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലേ. അപ്പോ ഈ കാര്യനിർവഹണ വിഭാഗം എന്ത് ചെയ്യണം? ഈ പാർലമെന്ററി വ്യവസ്ഥയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഇവരൊക്കെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, കാര്യനിർവഹണ വിഭാഗങ്ങൾ നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ, അതിനുള്ള ഘട്ടങ്ങളൊക്കെ പൂർത്തിയാക്കിയോ, ആ രേഖകളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തേണ്ടതാണ്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നല്ല രീതിയിൽ നമ്മുടെ രാജ്യങ്ങളിൽ നല്ല നയം നടപ്പിലാക്കാനും അത് നടപ്പിലാക്കിയതിന് ശേഷമുള്ള ഘട്ടമൊക്കെ എന്താകുള്ളൂ? നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. ഇനി നോക്കൂ, പല മാർഗങ്ങൾ എന്തൊക്കെയാണ്? പര്യാലോചനകളും ചർച്ചകള്, നിയമങ്ങൾ അംഗീകരിക്കൽ അല്ലെങ്കിൽ തിരസ്കരിക്കൽ, സാമ്പത്തിക നിയന്ത്രണം, അവിശ്വാസ പ്രമേയം. ഇനി എന്താണ് ആ പര്യാലോചനകളും ചർച്ചകളും നോക്കാം. നിയമനിർമ്മാണ പ്രക്രിയയുടെ അവസരത്തിൽ സഭാംഗങ്ങൾക്ക് എക്സിക്യൂട്ടീവിന്റെ നയ സമീപനം, അത് നടപ്പിലാക്കുന്നതിനുള്ള രീതി എന്നിവയെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ചർച്ച ചെയ്യാൻ അവസരം ലഭിക്കുന്നു. ഇത്തരം ചർച്ചാവേളയിലല്ലാതെ സഭയിലെ പൊതു ചർച്ചാവേളകളിലും എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ സഭാംഗങ്ങൾക്ക് അവസരം ലഭിക്കും. എല്ലാ ദിവസവും പാർലമെന്റിന്റെ ചോദ്യോത്തര വേളയിൽ സഭാംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മന്ത്രിമാർ ബാധ്യസ്ഥരാണ്. എല്ലാ ദിവസവും പാർലമെന്റിൽ ചോദ്യോത്തര വേളയുണ്ട് അല്ലേ. പാർലമെന്റിൽ ചോദ്യോത്തര വേള സമയത്ത് എന്താണ്? സഭയിലെ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ആര് പറഞ്ഞേ തീരൂ? മന്ത്രിമാർ പറഞ്ഞേ തീരൂ. ഇനി ശൂന്യവേളയിൽ സഭാംഗങ്ങൾക്ക് പ്രധാനമെന്ന് കരുതുന്ന ഏത് വിഷയവും ഉന്നയിക്കാവുന്നതാണ്. അപ്പൊ ശൂന്യവേളയിലാണ്, 0 അവറിലാണ് സഭാംഗങ്ങൾക്ക് പ്രധാനമെന്ന് കരുതുന്ന ഏത് വിഷയവും ഉന്നയിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങളെ ബന്ധപ്പെടുത്തി പാർലമെന്റിൽ നടക്കുന്ന അരമണിക്കൂർ ചർച്ച, അടിയന്തര പ്രമേയം തുടങ്ങിയവയും എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാനുള്ള മറ്റു മാർഗങ്ങളാണ്. ഒരു പക്ഷേ എക്സിക്യൂട്ടീവിനെയും സർക്കാരിന്റെ വിവിധ ഭരണ വിഭാഗങ്ങളെയും ജാഗരൂക്കാൻ ഏറ്റവും ഫലപ്രദമായ ഉപാധിയാണ് ചോദ്യോത്തരവേള. പാർലമെന്റിന്റെ അംഗങ്ങൾ ചോദ്യോത്തരവേളയിൽ സഭയിൽ ഹാജരാകുവാൻ വലിയ താല്പര്യം കാണിക്കും. ഈ സമയത്താണ് പരമാവധി അംഗങ്ങൾ സഭയിൽ ഹാജരാകുന്നതായിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഏത് സമയത്താണ് പരമാവധി അംഗങ്ങൾ സഭയിൽ ഹാജരാകുന്നത്? ചോദ്യോത്തരവേളയിലാണ്. വിലക്കയറ്റം, ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത, സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, കലാപം, കരിഞ്ചന്ത തുടങ്ങിയ പൊതു താല്പര്യമുള്ള വിഷയങ്ങളിലുള്ള സർക്കാരിന്റെ നിലപാടുകൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ചോദ്യോത്തരവേളയിൽ ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളും ഉന്നയിക്കുന്നത്. തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിൽ, അതായത് പാർലമെന്റ് കൂടി കൊണ്ട് ചായയും വടയും കഴിച്ചിട്ട് വരാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. ചോദ്യങ്ങൾ ചോദിക്കണം, അതിന് മറുപടി മന്ത്രിമാർ പറഞ്ഞേ തീരൂ. അപ്പൊ എന്തൊക്കെയാണ് അത്? ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ അംഗത്വം ഉണ്ടാകുന്നത്.
തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ഗവൺമെന്റിനെ വിമർശിക്കുവാനും അംഗങ്ങൾ ചോദ്യോത്തര വേളയിലെ അവസരം വിനിയോഗിക്കുന്നു. ചോദ്യോത്തര വേള ചൂടേറിയ ചർച്ചകൾക്ക് വേദിയൊരുക്കുന്നു. അംഗങ്ങൾ ശബ്ദമുയർത്തുന്നതും സഭയുടെ നടുത്തളത്തിലിറങ്ങുന്നതും ഇറങ്ങിപ്പോക്ക് നടത്തുന്നതും ഈ അവസരത്തിൽ അസാധാരണമാണ്. കണ്ടിട്ടില്ലേ? നല്ല രസമായിരിക്കില്ലേ പാർലമെന്റ് വരുന്ന സമയത്ത്, നല്ല അടി നടക്കുന്ന സമയത്ത് അല്ലേ? അംഗങ്ങളൊക്കെ നല്ല ശബ്ദം ഉയർത്തിയിട്ട് സഭയുടെ സെൻട്രലിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നല്ല മാർക്കറ്റ് പോലെ ആയിരിക്കും. ഇത്തരം നടപടികൾ നിയമനിർമ്മാണ സഭയുടെ വിലപ്പെട്ട സമയം അപഹരിക്കുന്നതിന് കാരണമാകും. അതേസമയം ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അവർ പ്രശ്നം ഉണ്ടാക്കുന്നത് നോക്കൂ? ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. ഇത്തരം തന്ത്രങ്ങൾ എക്സിക്യൂട്ടീവിനെ അതിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് നിർബന്ധിക്കുന്നു. ഇനി നിയമങ്ങൾ അംഗീകരിക്കൽ അല്ലെങ്കിൽ തിരസ്കരിക്കൽ. നിയമങ്ങൾക്ക് അംഗീകാരം നൽകുവാനുള്ള അധികാരം ഉപയോഗിച്ചും പാർലമെന്റിന്റെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാം. പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഒരു ബില്ല് നിയമമായിട്ട് മാറുകയുള്ളൂ. വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിന് സഭയിൽ ബില്ലുകൾ നിഷ്പ്രയാസം പാസ്സാക്കിയെടുക്കുവാൻ സാധിക്കും. കണ്ടോ, അതാണ് ഭൂരിപക്ഷത്തിന്റെ വില. എന്നിരുന്നാലും ഇത് അത്രമേൽ പരിഗണിക്കേണ്ട കാര്യമല്ല. കാരണം ഭരിക്കുന്ന പാർട്ടിയിലെ അംഗങ്ങൾക്കിടയിലോ മുന്നണിയിലെ കക്ഷികൾ തമ്മിലോ ഗവൺമെന്റും പ്രതിപക്ഷവും തമ്മിലോ ഉള്ള ശക്തമായ വിലപേശലുകൾക്ക് ശേഷമായിരിക്കും ഇത്തരമൊരു അംഗീകാരം ലഭിക്കുന്നത്. ഒരു ബില്ല് പാസ്സാക്കി എടുക്കുമ്പോഴേക്കും ഒരു ലെവല് കഴിയും എന്നർത്ഥം. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിന് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യവും ഉണ്ടാകാറുണ്ട്. 1977 ജനതാ പാർട്ടി ഗവൺമെന്റിനും 2000 ദേശീയ ജനാധിപത്യ സഖ്യ ഗവൺമെന്റിനും രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ രണ്ട് സഭകളിലും ഒരു ബില്ല് പാസ്സാക്കി എടുക്കുന്നതിന് ഗവൺമെന്റ്, കാരണം ഒരു ലോകസഭയിൽ മാത്രം ഭൂരിപക്ഷം ഉണ്ടായത് പോരാ, രാജ്യസഭയിലും ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ നിഷ്പ്രയാസം അതിനെ ബില്ല് പാസ്സാക്കി എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഭൂരിപക്ഷം ആൾക്കാരും ഈ പാർട്ടിക്കാരുടെ തന്നെ ആയിരിക്കില്ല. ഇനിയിപ്പോൾ ലോകസഭയിൽ ഭൂരിപക്ഷം ഉണ്ട്, രാജ്യസഭയിൽ ഇല്ലെങ്കിലോ? ലോകസഭയിൽ നിഷ്പ്രയാസം എന്ത് ചെയ്യാം? ബില്ല് പാസ്സാക്കി എടുക്കാം. പക്ഷെ രാജ്യസഭയിൽ അതുപോലെ നടക്കില്ല. ഇനി ലോക്പാൽ പോലെ ധാരാളം ബില്ലുകൾ പാസ്സാക്കി എടുക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടു. കണ്ടിട്ടുണ്ടോ? ലോക്പാൽ എപ്പോ വന്നിട്ടാണ് ലാസ്റ്റ് 2014 അത് വരുന്നത്? അതിനു മുമ്പ് ഇതേപോലെയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ബില്ല് പാസ്സായി വന്നിട്ടുണ്ടോ? ഇല്ല. 2002 ഭീകരവാദം തടയുന്നതിനുള്ള ബില്ല് രാജ്യസഭ നിരാകരിച്ചു. 2002 ഭീകരവാദം തടയുന്നതിനുള്ള ബില്ല്, ലോക്പാല്, ഇതൊക്കെ എന്താണ്? ബില്ലുകളൊക്കെ എന്ത് ചെയ്തു? ഗവൺമെന്റ് അതിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ധനപരമായ നിയന്ത്രണം. ഗവൺമെന്റിന്റെ പരിപാടികൾ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? ധനപരമായ നിയന്ത്രണം ബഡ്ജറ്റിലൂടെയാണ് അല്ലേ? ഇനി ബഡ്ജറ്റ് തയ്യാറാക്കുകയും നിയമനിർമ്മാണ സഭയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. ഈ ബാധ്യത ഗവൺമെന്റിന്റെ ധനവിനിയോഗത്തിന് മേൽ നിയന്ത്രണം ചെലുത്തുന്നതിന് നിയമനിർമ്മാണ സഭയ്ക്ക് അവസരം ഒരുക്കുന്നു. ഗവൺമെന്റിന് വിഭവങ്ങൾ അനുവദിക്കുന്നത് നിയമനിർമ്മാണ സഭയ്ക്ക് നിരാകരിക്കാം. അതായത് എന്താണ് ധനപരമായിട്ടുള്ള പാർലമെന്റിന്റെ നിയന്ത്രണം എന്നാണ് നോക്കുന്നത്. നോക്കൂ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെയും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോകസഭയ്ക്ക് ഗവൺമെന്റിന്റെ ധന ദുർവിനിയോഗത്തിനെതിരെ അന്വേഷണം നടത്താം. ആരൊക്കെയാണ്? CAGയുടെയും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റികളുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോകസഭയ്ക്ക് എന്ത് ചെയ്യാം? ഗവൺമെന്റിന്റെ ധന ദുർവിനിയോഗത്തിനെതിരെ അന്വേഷണം നടത്താം. ഗവൺമെന്റിന്റെ സമ്പത്തിന്റെ യുക്തിഭദ്രമായ വിനിയോഗം മാത്രമല്ല സഭയുടെ നിയന്ത്രണം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ബഡ്ജറ്റിലൂടെ പ്രതിഫലിക്കുന്ന ഗവൺമെന്റിന്റെ നയങ്ങളുടെയും നിയന്ത്രണവും ഇത് ലക്ഷ്യം വെക്കുന്നു. അതായത് സാമ്പത്തിക നിയന്ത്രണത്തിലൂടെ നിയമനിർമ്മാണ സഭ ഗവൺമെന്റിന്റെ നയങ്ങളെ നിയന്ത്രിക്കുന്നു. ഇനി അവിശ്വാസ പ്രമേയം. എക്സിക്യൂട്ടീവിന്റെ ഉത്തരവാദിത്തം ഉറപ്പുവരുത്തുന്നതിന് പാർലമെന്റിനെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് അവിശ്വാസ പ്രമേയം. ഭരിക്കുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ മുന്നണിക്കോ സഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം ഗവൺമെന്റിനെ പുറത്താക്കുക എന്നത് യാഥാർത്ഥ്യത്തിലുപരി സങ്കല്പം മാത്രമാണ്. നല്ല ഭൂരിപക്ഷമുള്ള പാർട്ടിയാണെങ്കിൽ അവരെ പുറത്താക്കാൻ എന്ത് പറ്റില്ല. അത് നമ്മൾക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതൊരിക്കലും നടക്കില്ല. 1989 ശേഷം സഭയിൽ വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പല ഗവൺമെന്റുകളും രാജിവെക്കാൻ നിർബന്ധിതമായിട്ടുണ്ട്. മുന്നണിയിലെ ഘടക കക്ഷികളുടെ പിന്തുണ ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ടതാണ് ഈ ഗവൺമെന്റുകൾക്ക് സഭയുടെ കാരണം ഭൂരിപക്ഷം ഇല്ലാതെയാണ് വിജയിച്ചത്. ഇങ്ങനെ പാർലമെന്റ് എക്സിക്യൂട്ടീവിനെ ഫലപ്രദമായി നിയന്ത്രിക്കാനും ഗവൺമെന്റിനെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളതാക്കാനും സാധിക്കുന്നു. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു തരുന്നേന്നുള്ളൂ. നമ്മൾ ഒരു ലെസൺ എടുക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ നിന്നുള്ള പോയിന്റുകൾ മാത്രം എടുത്തു തരുമ്പോൾ അത് നമുക്കൊരു പൂർണ്ണത തോന്നാത്തത് കൊണ്ടാണ് ഇത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് 2x സ്പീഡ് വായിച്ചിട്ട് പോവുക. നേരത്തെ നമ്മൾ കുറേ പഠിച്ചില്ലേ? ലോകസഭയുടെ അധികാരങ്ങൾ, രാജ്യസഭയുടെ അധികാരങ്ങൾ, ബില്ലുകൾ അവതരിപ്പിക്കുന്നത്, അതൊക്കെ പറയല്ലേ? അവിടെ എത്തുമ്പോൾ മാത്രം ഒന്ന് 2x സ്പീഡ് കമ്മിയാക്കുക. എന്നിട്ട് ആ പോയിന്റുകൾ നോട്ട് ചെയ്യുക. ഇതൊക്കെ 2x ഇട്ടിട്ട് ഒക്കെ ഒന്നുകൊണ്ട് കേട്ട് പോകുക. എന്താണ് ഇവരുടെ അവിടെ പവർ എന്ന്. ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കാണാപ്പാഠം ഇരുന്ന് പഠിക്കാതെ നമ്മുടെ ഇപ്പൊ കേന്ദ്രത്തിൽ ഒരു പാർലമെന്റില്ലേ, ലോകസഭയും
രാജ്യസഭയും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ ഇല്ലേ, അവരിലൂടെ പോകണം. ലോകസഭയൊക്കെ മനസ്സിൽ കാണണം, രാജ്യസഭയെ മനസ്സിൽ കാണണം. എങ്ങനെയാണ് അവർ അവിടെ എത്തിയത്, എന്താണ് അവിടെ ചെയ്യുന്നത്, എന്താണ് ബില്ല് പാസ്സായി എന്ന് പറഞ്ഞു, ഇതൊക്കെ എന്ത് ചെയ്യണം, ആ പിക്ചർ നമ്മൾ ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും പോയാൽ മാത്രം മതി. അല്ലാണ്ട് ഇപ്പൊ ഇത് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വായിക്കുക കേട്ടോ. കാരണം ഞാൻ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം തരുന്ന സമയത്ത് അതിന്റെ ഇടയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ നാളെ നിങ്ങൾ താഴെ വന്ന് കമന്റ് ഇടില്ലേ, ആ ലെസണിൽ ബാക്കി ഭാഗം ഉണ്ടായിരുന്നില്ല, എന്താ പറഞ്ഞില്ല, മാർക്ക് പോയി എന്നുള്ളത്. നിങ്ങൾ ഇതും വിശ്വസിച്ചിട്ട് ഈ ലെസൺ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസത്തിൽ നമ്മുടെ ക്ലാസ്സിനെ കണ്ടിട്ട് വിശ്വസിച്ചിട്ട് ഇരിക്കും. ലാസ്റ്റ് അതിന്റെ ഇടയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് പിന്നെ അത് മാർക്ക് പോയി കഴിഞ്ഞാൽ അത് തെറ്റെന്റെ ഭാഗത്ത് നിന്ന് തന്നെയല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇത് മുഴുവൻ ഉൾപ്പെടുത്തിയത്. അല്ലാതെ നിങ്ങൾക്ക് ബോക്സ് മാത്രമായിട്ട് തരാനൊക്കെ എനിക്കറിയും. അപ്പൊ നിങ്ങൾ ആ നന്നായിട്ട് പഠിക്കേണ്ടത്, നമ്മൾ കുറേ നേരത്തെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് പഠിച്ച ഭാഗങ്ങളില്ലേ, അതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് രാജ്യസഭയിൽ ഇങ്ങനെയൊക്കെയാണ് അല്ലേ, ലോക്സഭയിൽ ഇങ്ങനെയൊക്കെയാണ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ ഒന്ന് 2x സ്പീഡിലിട്ടിട്ട് വേഗം സ്പീഡ് കണ്ടുപോകണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പൂർണിമ ബാനർജിയുടെ ഒരു കോട്ടിങ് പറഞ്ഞു. ഇത് നോക്കി, NV ഗാഡ്ഗിലിന്റെ അഭിപ്രായത്തിൽ നിയമനിർമ്മാണ സഭയുടെ സ്വഭാവം പരിഗണിക്കുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങളിൽ മാത്രമാണ് നിയന്ത്രണങ്ങളുള്ളത്. എന്നാൽ അതിന്റെ സത്തയിൽ നോക്കിയാൽ നിയമനിർമ്മാണ സഭയുടെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ പരമാധികാരത്തിന് നിയന്ത്രണങ്ങളോ പരിമിതികളോ ഇല്ല. ഓക്കെ, പാർലമെന്റിന്റെ നിയമനിർമ്മാണ സഭയുടെ പരമാധികാരത്തിന്, അതായത് ഒരു പാർലമെന്റിന്റെ പരമാധികാരത്തിന് നിയന്ത്രണങ്ങളില്ല, പരിമിതികളില്ല. അതുകൊണ്ട് അത് അവരുടെ ഇതിലാണ് എന്നും പറയുന്നതാണ്. ആര് പറയുന്നത്? NV ഗാഡ്ഗിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നോക്കൂ. 1985 കൊണ്ടുവന്ന 52ാം ഭരണഘടനാ ഭേദഗതി 1985 5 കണക്ട് ചെയ്ത് കേട്ടോ. 52ാം ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമം. 91ാം ഭരണഘടനാ ഭേദഗതി ഈ നിയമത്തിൽ ചില പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. 1985 52ാം ഭേദഗതിയാണ് ഏത്? കൂറുമാറ്റ നിരോധന നിയമം. ഇതിനെ എപ്പോഴാണ് ഒന്ന് ഭേദഗതി ചെയ്തത്? 91ാം ഭേദഗതിയിൽ. 52ാം ഭേദഗതിയിൽ കുറുമാറ്റം കൊണ്ടുവന്നു. 91ാമത്തെ ഭേദഗതിയിൽ എന്ത് ചെയ്തു? 91ാം ഭരണഘടനാ ഭേദഗതിയിൽ ഈ നിയമത്തിൽ കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ വരുത്തി. കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്തിമമായ തീരുമാനം എടുക്കാനുള്ള അധികാരം സഭാ അധ്യക്ഷനായിരിക്കും. ശ്രദ്ധിക്കണേ, കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കാണ്? സഭാ അധ്യക്ഷൻ ാണ്. ഒരു അംഗം കൂറുമാറിയതായി സഭാ അധ്യക്ഷൻ പ്രഖ്യാപിച്ചാൽ, അതായത് ഇപ്പൊ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ഇവിടെ എന്താണ് ഇലക്ഷനിൽ ഇപ്പൊ ഒരു പാർട്ടിയിൽ, ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അത് മുഴുവൻ ആർക്ക് ഇതായി കൊടുക്കുകയാണ്? മറ്റു പാർട്ടിക്കാർക്ക് ചോർത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് മറ്റു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെ കൂറുമാറുക അല്ലെ. അങ്ങനെ ആ ഒരു അംഗം കൂറുമാറിയതായിട്ട് സഭാധ്യക്ഷൻ പ്രഖ്യാപിച്ചാൽ ആ അംഗത്തിന് എന്ത് ചെയ്യും? സഭയില് അംഗത്വം നഷ്ടപ്പെടും. കൂടാതെ അദ്ദേഹത്തിന്റെ മന്ത്രിപദം പോലെയുള്ള പദവികൾ വഹിക്കാനുള്ള യോഗ്യതയും ഇല്ലാതാവും. അതാണ് കൂറുമാറ്റം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. കൂറുമാറ്റം എന്താണല്ലോ, അപ്പൊ അതിൽ അധികാരം ആർക്കാണ്? സഭാധ്യക്ഷനാണ് കേട്ടോ. ഇനി അങ്ങനെ കൂറുമാറിയിട്ടുണ്ടെങ്കിൽ സഭയിലെ അംഗത്വവും നഷ്ടമാകും. ഇനി അദ്ദേഹത്തിന്റെ ഒരു മന്ത്രിപദം ഉണ്ടെങ്കിൽ മന്ത്രിപദവും നഷ്ടപ്പെടും. അപ്പൊ 1985 52ാം ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധനം കൊണ്ടുവന്നത്. പിന്നെ 91ാം ഭേദഗതിയിൽ അതെന്ത് ചെയ്തു? കുറച്ച് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നോട് പറയണോ. എന്നാലേ നമുക്ക് കൂളായിട്ട് അങ്ങോട്ട് ഇരുന്ന് പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ എക്സാമിൻ്റെ ഒരു തിരക്കൊന്ന് തിരക്കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കമ്പനി ബോർഡല്ല വേരിയസിന്റെ LGSനും അതുപോലെ യൂണിവേഴ്സിറ്റി സെക്രട്ടേറിയറ്റ് OAക്കും ലാബ് അസിസ്റ്റന്റിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കൊണ്ടുപോകണം. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും താഴെ കമന്റ് രേഖപ്പെടുത്തുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് താഴെ ഒന്ന് കമന്റ് ഇട്ടിട്ട് പോടോ അല്ലേ. അതല്ലേ നമുക്കൊരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.